ഈ മട്ടൻ ദം ബിരിയാണിക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചിയാണ് മട്ടൻ്റെ. ഇന്ന് നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഈ മട്ടൻ ബിരിയാണിക്കുള്ള റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 4 സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. ഇതിലോട്ട് നമ്മൾ അരച്ച് ചേർക്കാനായിട്ട് ഒരു 8 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ സവാള കളർന്ന് മാറി തുടങ്ങുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ മുളക് പൊടി തീരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. അതിൻ്റെ ആ പച്ചപ്പടം ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് നമ്മൾ അരച്ചിട്ടത് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തക്കാളി അരിഞ്ഞതിനകത്ത് ചേർക്കാം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച മട്ടൻ അതിനകത്ത് ഇടാം. ഈ മട്ടൻ്റെ വെള്ളം നമ്മൾ അതിനകത്ത് ഇടുന്നില്ല, നമ്മൾ ഇറച്ചി മാത്രം അതിനകത്ത് ഇടുന്നുള്ളൂ. നമുക്ക് മട്ടനിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസിന് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കാം. ഞാൻ 3/4 കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇത് നോക്കിയിട്ട് അതിൻ്റെ വെള്ളം കാര്യങ്ങളും ചേർക്കുക. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഗീ ആണ് ചേർക്കണത്. അത് വെജിറ്റബിൾ ഗീ ഇല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ആയാലും കുഴപ്പമില്ല. നമുക്ക് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കൊരു 4 കഷ്ണം കറുവപ്പട്ട, ഒരു 3 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു, ഒരു സ്റ്റാർ പൊട്ടിച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അരി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാം. തീ നന്നായി കൂട്ടി വയ്ക്കാം. നമ്മൾ ആ മട്ടൻ വേവിച്ചതിൻ്റെ ബാക്കിയുള്ള വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരി ഒന്ന് വെന്ത് വരുമ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കും. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചതൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇത്രയും ഒരുവിധം വറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. അപ്പോൾ അരിയുടെ ഒരു പച്ചക്കടിപ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് അത് ദം ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ 2 ഫോയിൽ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളൊരു 15 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ടുണ്ട്. വേവ് കുറവുണ്ടെങ്കിൽ നമുക്കൊരു അല്പം നേരം അവിടെ വയ്ക്കാം. ഇല്ലെങ്കിൽ ഇത് ഓക്കെയാണ്. നമുക്കിത് ദം ചെയ്യാം. കുറച്ച് റൈസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ മട്ടൻ്റെ റോസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിൽ ഇടാം.
ഈ മട്ടനിൽ നമ്മൾ അത്യാവശ്യം നെയ്യുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഗീ ചേർത്തിട്ടില്ല. പിന്നെ ഒരല്പം മല്ലിയില കൂടെ മുകളിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്നട്ട് വറുത്തത് അതിൻ്റെ മേലിലിടാം. മുന്തിരി വേണമെങ്കിൽ മുന്തിരി കൂടെ വറുത്തിടാം. ഞാൻ കാഷ്നട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ നമുക്ക് ഇതൊന്ന് ദം ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ദം വെച്ച ബിരിയാണി നമുക്ക് തുറക്കാം. ഇതിലോട്ട് ഞാനൊരു അല്പം എസൻസ് ഒഴിക്കുന്നുണ്ട്. ഞാനിത് എൻ്റെ അടുത്ത് നല്ല സ്ട്രോങ് എസൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ലൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടുകാരെ, നമ്മുടെ തലശ്ശേരി മട്ടൻ ദം ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചികരമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. വേറൊരു ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണികളും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.